വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. മാലദ്വീപിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ചൈനയോട് ചേർന്ന് നിന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നോക്കിയതാണ്. ഇപ്പോൾ തിരിച്ചു പണി കിട്ടിയ അവസ്ഥയിലാണ് ആ രാജ്യം. മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്. ഈ മേഖല തകർച്ചയുടെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ സന്ദർശകർ കൈയൊഴിഞ്ഞതാണ് തിരിച്ചടിയായത്. ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി മോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതാണ് മാലദ്വീപിന് തിരിച്ചടിയായത്. സംഭവം വിവാദ കൊടുങ്കാറ്റുയർത്തിയതോടെ അപകീർത്തി പരാമർശം നടത്തിയ മന്ത്രിമാരെ ഒഴിവാക്കി വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ഫലവത്തായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപകീർത്തി പരാമർശത്തിന് പിന്നാലെ മാലദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് ട്രാവൽ ഏജൻസികൾ റദ്ദാക്കിയത് അപ്രതീക്ഷിത തിരിച്ചടിയായി. ബോയ്ക്കോട്ട് മാലദ്വീപ് ക്യാമ്പയിൻ ഉൾപ്പെടെ ഉയർന്നതോടെ മാലദ്വീപ് ടൂറിസം തകർന്നു. സംഭവത്തിന് ശേഷം മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലെ റെക്കോർഡ് ഇടിവാണുണ്ടായത്. മാലദ്വീപ് ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഡിസംബറിൽ 2ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം. ജനുവരിയിലാകട്ടെ ഇത് 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. അവധിക്കാല ആഘോഷങ്ങൾക്ക് ഇന്ത്യക്കാർ അധികവും തിരഞ്ഞെടുത്തിരുന്നത് മാലദ്വീപായിരുന്നു. കണക്കുകൾ പ്രകാരം ജനുവരി മാസം 28ാം തീയതി വരെ 13,989 പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലെത്തിയത്. രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ 8% വരും ഇത്. നേരത്തെ 23.4% വിഹിതമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 1/3 മാലദ്വീപിന് വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നതാണ് വിലയിരുത്തൽ. ഭരണതലത്തിലും വലിയ പ്രതിസന്ധി ാണ് മാലദ്വീപ് കടന്നു പോകുന്നത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രധാന പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മൊയ്സുവിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് മാലദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സഭയിൽ പ്രതിപക്ഷം ഇനി ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പാർലമെന്റിൽ സംഘർഷമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം. നേരത്തെ മാലദ്വീപിന്റെ ഇന്ത്യാവിരുദ്ധ നീക്കത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരുന്നു.